ഓണക്കാലത്ത് കായംകുളം നഗരത്തിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനെന്ന നിലയിൽ നഗരസഭാ നേതൃത്വം നടത്തിയ നീക്കം ഒരു നാടകം മാത്രമാണെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനാഥ് പറഞ്ഞു. നഗരം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുമ്പോൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് നഗരസഭാ ഭരണ നേതൃത്വമെന്നും കേശുനാഥ് പറഞ്ഞു. ഓണക്കാലത്ത് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ എന്ന നിലയിൽ കായംകുളം നഗരസഭ നടത്തിയ നീക്കം നാടകം മാത്രമാണെന്ന് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ എസ് കേശുനാഥ് ആരോപിച്ചു. നഗരത്തിൽ ഇപ്പോൾ ഓണക്കാലത്ത് അനിയന്ത്രിതമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ട്രാഫിക്കുമായി ബന്ധപ്പെട്ടും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുമൊക്കെ അടിയന്തര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നും കേശുനാഥ് പറഞ്ഞു. എന്നാൽ അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഓണക്കാലത്ത് ധൃതി പിടിച്ച് വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കാനുള്ള നീക്കം പ്രഹസനമാണ്. വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം കൂടി അവരുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്തു വേണം നടപ്പാക്കേണ്ടിയിരുന്നത്. സുപ്രീം കോടതി പോലും അത്തരത്തിലുള്ള സമീപനമാണ് വഴിയോര കച്ചവടക്കാർക്ക് അനുവദിച്ചിരിക്കുന്നത്. മുമ്പ് LDF ഭരിക്കുമ്പോൾ നഗരത്തിന്റെ പല ഭാഗത്തു നിന്നും വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. KP റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷന് കിഴക്കുവശമുള്ള വഴിയോര കച്ചവടക്കാരെ മാറ്റുകയും അവരെ തൊട്ടടുത്തുള്ള നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് ഭാഗത്ത് കച്ചവടം ചെയ്യുന്നതിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുമ്പോൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് നഗരഭരണ നേതൃത്വം. ഇതിന്റെ ഭാഗമായി നടത്തിയ നാടകമാണ് ഒഴിപ്പിക്കലെന്നും എസ് കേശുനാഥ് പറഞ്ഞു. കായംകുളം നഗരസഭയിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന നീക്കം വെറും നാടകം മാത്രമാണ്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാതെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള നീക്കങ്ങൾ നടത്താതെ ഇത്തരത്തിൽ ഓണക്കാലത്ത് വളരെ ധൃതി പിടിച്ച് നടത്തിയ നീക്കം ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥമായ സമീപനവും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. പട്ടണം ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഇതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ KP റോഡിൽ ഇത്തരത്തിലുള്ള വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കുകയും അവരെ തൊട്ടടുത്തുള്ള നഗരസഭയുടെ വക സ്ഥലത്ത് തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള സമീപനം സ്വീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഗതാഗത കുരുക്കും ജനനിബിഡമായിട്ടുള്ള ഈ ഓണക്കാലത്ത്. ഇത് പരിഹരിക്കുന്നതിനുള്ള സത്വര നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു. അതുണ്ടാകാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, കായംകുളത്തെ വ്യാപാരികളോടുള്ള വെല്ലുവിളികളാണ്. CDNet ന്യൂസ്, കായംകുളം.